എനിക്ക് വന്ന മെസ്സേജ് ഒന്ന് മലയാളത്തിൽ വായിച്ചു തരാമോ? നിങ്ങളുടെ പ്രതിദിന ഡാറ്റ ലിമിറ്റിന്റെ 50% കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ മുന്നറിയിപ്പാണ് ഇത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഡാറ്റ ലോൺ എടുക്കാവുന്നതാണ്. ഇത് മാത്രമല്ല, ഞാനിപ്പോൾ ഫേസ്ബുക്കിൻ്റെ കമൻ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, ഈ കമൻറ്റിലുള്ളത് എനിക്കൊന്ന് മലയാളത്തിൽ പറഞ്ഞു തരണം. ആദ്യത്തെ കമൻറ്റ്. തീർച്ചയായും ആദ്യത്തെ കമന്റ് ഇതാ. മെസ്സി എത്ര മികച്ച രീതിയിലാണ് കളിക്കുന്നതെന്ന് നോക്കൂ. റൊണാൾഡോയേക്കാൾ 2 സീസൺ കൂടുതൽ മെസ്സി കളിച്ചിട്ടുണ്ട്. എൻ്റെ സ്ക്രീനിൽ ബ്ലൂടൂത്ത് എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നുണ്ടോ? ഇതാ സ്ക്രീനിൽ രണ്ടാമതായി കാണുന്ന ഐക്കണാണ് ബ്ലൂടൂത്ത്. ബ്ലൂടൂത്ത് ഓഫാണെന്നാണ് കാണിക്കുന്നത്. ഓണാക്കാൻ ആ ഐക്കണിൽ ഒന്നുകൂടി ടാപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ ഏതു ബട്ടണാണ് ഞാൻ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്? സ്ക്രീനിൽ മുകളിൽ കാണുന്ന ബ്ലൂടൂത്ത് എന്നെഴുതിയതിന് അടുത്തുള്ള ബട്ടൺ ഓണാക്കിയാൽ മതി. ഓക്കെ, കണ്ടല്ലോ. ഇതുപോലെ നമ്മുടെ മൊബൈൽ സ്ക്രീനിൽ കാണിക്കുന്ന എന്തിനെ കുറിച്ചിട്ടും ചോദിക്കാനും അത് മലയാളത്തിൽ മനസ്സിലാക്കിയെടുക്കാനൊക്കെയുള്ള ഗംഭീരമായൊരു ഫീച്ചറാണിപ്പോൾ ജെമിനി ആപ്പിനകത്ത് വന്നിട്ടുള്ളത്. ഇതുകൊണ്ടുള്ള പ്രയോജനം പലതാണ്. ഞാനിപ്പോൾ തന്നെ കാണിച്ചു തന്നു. ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇതിനോട് ഡയറക്റ്റ് ചോദിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഫോണിലെ ഒരു സെറ്റിങ്സാണ് അറിയേണ്ടതെങ്കിൽ ആ സെറ്റിങ്സിലേക്ക് എങ്ങനെ പോകേണ്ടതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്താണ് ഓൺ ചെയ്യേണ്ടത് എല്ലാം പറഞ്ഞു തരുന്നതാണ്. ഇനി നമുക്ക് ഓൺലൈനിൽ എന്തെങ്കിലും ഒരു ഫോമാണ് ഫില്ല് ചെയ്യേണ്ടതെങ്കിൽ തത്സമയം ഇത് പറഞ്ഞു തരും. ഇന്ന കോളത്തിൽ ഇന്നതാണ് ഫില്ല് ചെയ്യേണ്ടത്, ഇന്ന കോളത്തിൽ ഇന്നതാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള ഗംഭീരമായൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ജെമിനി ആപ്പിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ജെമിനി ആപ്പിൽ വന്നിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം. നിങ്ങളുടെ ഫോണിൽ ഗൂഗിളിൻ്റെ ജെമിനി ആപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇല്ലാത്തവർ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ ജെമിനി എന്ന് സെർച്ച് ചെയ്ത് ഈ ആപ്ലിക്കേഷൻ ലഭിക്കും. ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക. നിലവിലുള്ള ഗൂഗിൾ അസിസ്റ്റൻറ്റ് മാറ്റിയിട്ട് ജെമിനി ആക്കുക. എന്നിട്ട് ഇതിൻ്റെ ലാംഗ്വേജ് മലയാളത്തിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ സംസാരിക്കുന്നത് പോലെ മലയാളത്തിൽ സംസാരിച്ചാൽ മലയാളത്തിൽ മറുപടി ലഭിക്കുകയുള്ളൂ. ഞാൻ ഒരുപാട് വീഡിയോയിൽ ഇത് മലയാളമാക്കുന്നതും എങ്ങനെ സെറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വീണ്ടും ആവർത്തിക്കുന്നില്ല. അറിയാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. ഭൂരിഭാഗം ആൾക്കാർക്കും ജെമിനി ആപ്പ് ഷോർട്ട് കട്ടിലൂടെ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് അറിയണ്ടാവും. ഓക്കെ, അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ പുതിയ മൊബൈൽ ഫോണൊക്കെ ആണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ഈ കോർണർ ഉണ്ടല്ലോ, ഈ കോർണറിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് നീക്കി കൊടുത്താൽ മതി. അതിപ്പോൾ ഇടതുഭാഗത്തായാലും വലതുഭാഗത്തായാലും രണ്ടു ഭാഗത്തു നിന്നും നമുക്ക് കോർണർ ജസ്റ്റേ നീക്കാൻ പാടുള്ളൂ. അങ്ങനെ നീക്കി കഴിഞ്ഞാൽ ജെമിനി ആപ്പ് ഓപ്പൺ ആകുന്നതാണ്. ഇനി മറ്റുള്ള മൊബൈൽ ഫോൺ ആണെങ്കിൽ സാധാരണ പോലെ നിങ്ങളുടെ സെൻറ്റർ ബട്ടൺ ഉണ്ടല്ലോ, ഈ സെൻറ്റർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാലും ജെമിനി ആപ്പ് ഓപ്പൺ ആകും. ഇങ്ങനെ ഷോർട്ട് കട്ടിലൂടെ ഓപ്പൺ ആക്കണം. അല്ലാതെ ജെമിനി ആപ്പ് നിന്ന് ഡയറക്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്താൽ ഈ ഓപ്ഷൻ ലഭിക്കുന്നതല്ല. അങ്ങനെ ഷോർട്ട് കട്ടിലൂടെ ജെമിനി ആപ്പ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈവ് സ്ക്രീൻ പങ്കിടുക എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഓപ്ഷൻ മുകളിൽ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ സ്ക്രീനിൽ കാണിക്കുകയുള്ളൂ. ലൈവ് ഉപയോഗിച്ച് സ്ക്രീൻ പങ്കിടുക എന്ന ബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് കൊടുക്കേണ്ട ഓപ്ഷൻ വരും. സ്റ്റാർട്ട് കൊടുക്കുക. ഓക്കെ, എൻ്റെ ഫോണിൽ ഈ ഒരു ഓപ്ഷൻ സെറ്റായി കഴിഞ്ഞു. എനിക്ക് ഗൂഗിളുമായിട്ട് ഇനി നേരിട്ട് എൻ്റെ സ്ക്രീനിൽ കാണിക്കുന്ന എന്തിനെ കുറിച്ചിട്ടും ചോദിക്കാൻ സാധിക്കുന്നതാണ്. ഞാനൊരു എക്സാമ്പിളായിട്ട് ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതൊരു തമിഴ് കമൻ്റാണ്. ഇതെനിക്ക് മലയാളത്തിൽ പറഞ്ഞ കമൻ്റ് ഉണ്ട്. എനിക്ക് ഈ തമിഴിലുള്ള കമൻറ്റ് മലയാളത്തിൽ പരിവർത്തനം ചെയ്തു തരാമോ? തീർച്ചയായും. ആ കമന്റ് ഇങ്ങനെയാണ്: പ്രാന്തൻ, ഒരു 4 മണിക്ക് അവരെ ഊരിലെ ഊരടി കാണിക്ക്. ഇതിന്റെ അർത്ഥം പ്രാന്ത, ഒരു 4 മണിക്ക് അവരെ ആ സ്ഥലത്തെ പ്രധാന കാഴ്ചകളൊക്കെ കാണിക്കൂ എന്നാണ്. ഞാനിനി ഫോണിലെ മെസ്സേജ് ആപ്ലിക്കേഷൻ ഈ ലൈവ് ഓണാക്കി കൊണ്ട് തുറക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫോണിലെ മെസ്സേജ് ആപ്പാണ് തുറന്നിരിക്കുന്നത്. അതിൽ എയർടെല്ലിൽ നിന്നുള്ള ഒരു മെസ്സേജ് കാണുന്നുണ്ട്. അതിൽ എന്താണ് പറയുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, കണ്ടല്ലോ. ചില കാര്യങ്ങളൊന്നും നമുക്ക് ചോദിക്കുക പോലും വേണ്ട. നമ്മൾ ഫോണിൽ ഈ ലൈവ് ഓപ്ഷൻ ഓൺ ചെയ്തിട്ടാണ് ചില കാര്യങ്ങൾ എടുക്കുന്നതെങ്കിൽ അതെന്താണ് ചെയ്യേണ്ടത്, അത് ഇന്നത് അറിയാനാണോ എന്നൊക്കെ ഇങ്ങോട്ടും ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിൽ അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് ഇനി മുതൽ ഗൂഗിളുമായിട്ട് ആശയവിനിമയം നടത്താൻ പറ്റുന്നതാണ്. ഈ ഒരു ഓപ്ഷൻ ജെമിനി ആപ്പിനകത്ത് വന്നിട്ട് കുറച്ച് കാലമായി. അതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാവർക്കും ഈ ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ഈ ഒരു ഓപ്ഷൻ വന്നിട്ട് അത് ഉപയോഗിക്കാൻ അറിയുന്നവർ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം. കാരണം ഒരുപാട് ആൾക്കാർക്ക് ഈ ഗൂഗിളിൻ്റെ ഫസ്റ്റത്തെ ഷോർട്ട് കട്ട് എടുക്കുന്നുണ്ടല്ലോ, ജെമിനി ആപ്പ് ഓപ്പൺ ചെയ്യേണ്ട ഷോർട്ട് കട്ട് എങ്ങനെയാണെന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചു കൊടുത്തിട്ടും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് നിങ്ങളുടെ കമൻറ്റ് സഹായകമാകും. അവർക്ക് എങ്ങനെയാണെന്ന് നിങ്ങളോട് ചോദിച്ചിട്ട് അത് ക്ലിയർ ചെയ്യാനൊക്കെ പറ്റും. കാരണം FTM ക്രിയേഷന് നിങ്ങൾക്കറിയാലോ, വീഡിയോ ഒക്കെ ചെയ്യാനുള്ളതുകൊണ്ട് സമയക്കുറവുണ്ട്. അപ്പോൾ നിങ്ങളും ഇതിൽ പങ്കുചേരുക.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ആദ്യം ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.